സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി സംവിധായകൻ രഞ്ജിത്ത് ലൈംഗിക അതിക്രമണത്തിന് ഇരയാക്കിയെന്ന് പരാതി നൽകിയ യുവാവിൻ്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. ഐശ്വര്യ ഡോങ്റെ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് കാരാപ്പറമ്പിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഗോകുൽ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു യുവാവാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. ലൈംഗിക അതിക്രമം, പ്രകൃതി വിരുദ്ധ പീഡനം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം മൊഴി നൽകാൻ എത്തിയപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഗോകുൽ? ഈ കഴിഞ്ഞ ദിവസം ഈ രീതിയിൽ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച സമയത്ത്, അതായത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപയോഗിച്ചു എന്നൊരു പരാതിയായിരുന്നു കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായിട്ടുള്ള യുവാവ് രഞ്ജിത്തിനെതിരെ ഉന്നയിച്ചത്. ഇത്തരത്തിലുള്ള ഒരു ആരോപണം മാധ്യമങ്ങളിൽ കൂടി പുറത്തുവിടുകയും പിന്നീട് DGPക്ക് പരാതി നൽകുകയും ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിനെ മൊഴിയെടുപ്പിക്കാൻ വിളിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ പറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പല കോണുകളിൽ നിന്ന് മൊഴി കൊടുക്കാൻ പോകരുത് എന്നതിനെ സംബന്ധിച്ച സന്ദേശങ്ങൾ ഫോണിലേക്ക് വന്നതായും മൊഴി കൊടുക്കുന്നതിൽ നിന്ന് പിൻവാങ്ങണം എന്ന കാര്യം ആവശ്യപ്പെട്ടിരുന്നതായും പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമയിലെ പ്രമുഖരായ ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നുവെന്നും സിനിമയിലെ മുതിർന്ന താരങ്ങളായിട്ടുള്ള ഇടവേള ബാബു, കാവ്യമാധവൻ ഉൾപ്പെടെയുള്ള ആളുകളോട് രഞ്ജിത്തിൽ നിന്നുണ്ടായിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും, വാക്കാലല്ല മെസ്സേജിലൂടെ പറഞ്ഞിരുന്നുവെന്നും അതിനുള്ള തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് എന്നുമായിരുന്നു അന്ന് ഈ മാങ്കാവ് സ്വദേശിയായ യുവാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഫോൺ കോളുകൾ തനിക്ക് വന്നതായാണ് ഈ മാങ്കാവ് സ്വദേശി ഇന്ന് മൊഴി കൊടുക്കാൻ വന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ തെളിവുകളൊക്കെ താങ്കൾ മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചില്ല. അത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഏകദേശം 3 മണിക്കൂറോളം ഇദ്ദേഹത്തെ ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ താൻ അന്ന് പറഞ്ഞിരുന്ന തെളിവുകളൊക്കെ ഹാജരാക്കിയെന്നും ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് പങ്കുവെക്കാതിരിക്കില്ല എന്നൊരു കാര്യമാണ്. തീർച്ചയായും സംവിധായകൻ രഞ്ജിത്തിനെതിരെ യുവാവ് നൽകിയ പരാതിയിന്മേൽ ഇന്ന് മൊഴി എടുക്കൽ നടന്നു. ഇന്ന് തെളിവുകൾ ഹാജരാക്കിയെന്നാണ് യുവാവ് അറിയിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ വേണുഗോപാൽ.